ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹൈ അലേർട്ടാണ് എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എംപോക്സ് എന്ന് പറയുന്ന ഈ ഒരു രോഗം ലോകം മുഴുവനും ഇപ്പോൾ പെട്ടെന്ന് അതിതീവ്രമായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 70 രാജ്യങ്ങളിലും അധികം ഇത് സ്പ്രെഡായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ എംപോക്സ്? ഇപ്പോൾ നമ്മുടെ നൈബറിംഗ് കൺട്രിയായ പാകിസ്ഥാനിലും എംപോക്സ് വന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുമാത്രമല്ല 2024 എംപോക്സ് ബാധിച്ച് പലരും മരണപ്പെട്ടിരിക്കുന്നു. റെക്കോർഡ് ഹൈ ലെവലിലാണ് എംപോക്സ് ബാധിച്ചവരിൽ മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് എംപോക്സ്, എന്തുകൊണ്ടാണ് ഇത് കോവിഡ് പോലെ അത്രമാത്രം രൂക്ഷമാണോ, അപ്പോൾ ഇത് നമുക്ക് അഫക്റ്റ് ആയി എന്നുള്ളത് എങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് കണ്ടറിയാൻ പറ്റുക ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. എൻ്റെ പേര് അശ്വിൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. Sweden had the first reported case of this strain outside of Africa. The situation constitutes a public health emergency of international concern. The World Health Organization now says that mpox is a global emergency. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ എംപോക്സ് ലോകം മുഴുവനും ഒരു എമർജൻസി ആയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അറിയിച്ചതിന് ശേഷം ട്വിറ്ററിലല്ല നിങ്ങൾ ഏറുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ലോകം മുഴുവനും അടുത്ത പാൻഡമിക് വരികയാണ്, അടുത്തൊരു എമർജൻസി സിറ്റുവേഷനാണ്, ലോക്ക്ഡൗൺ വരും, ഇങ്ങനെയുള്ള പല ന്യൂസുകളായിരിക്കും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം രൂക്ഷമാണോ എന്ന് പലർക്കും സംശയം തോന്നും. കാരണം അടുത്തൊരു പാൻഡമിക് വരിക എന്ന് പറയുമ്പോൾ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. കോവിഡ് എന്ന് പറയുന്ന ആ ഒരു പാൻഡമിക്കിൽ നിന്ന് ഇപ്പോഴാണ് ആൾക്കാർ മെല്ലെ മെല്ലെ റെസ്ക്യൂ ആയി വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ അടുത്ത പാൻഡമിക് വരുമോ എന്നുള്ളൊരു ഭീതിയിലാണ് പലരും. അപ്പോൾ എംപോക്സ് എന്ന് പറയുന്നത് ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എംപോക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുൾ പേര് മങ്കി പോക്സ് എന്നാണ്. പക്ഷേ ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിന് മങ്കി പോക്സ് എന്ന് വിളിക്കരുത്, എംപോക്സ് എന്ന് പറഞ്ഞ് അതിൻ്റെ പേര് ഇത് മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇതും പോക്സ് എന്ന് പറയുന്ന ആ ഒരു ഫാമിലിയിലുള്ള ഒരു പ്രത്യേകതരം ഒരു രോഗം തന്നെയാണ് ഈ എംപോക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മങ്കി പോക്സ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് മങ്കി പോക്സ് എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ആദ്യമായിട്ട് കുരങ്ങിൽ നിന്നാണ് സ്പ്രെഡ് ആയത്. കുരങ്ങിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, മറ്റ് ജീവികളിൽ നിന്ന് കുരങ്ങിലോട്ട് സ്പ്രെഡായി, കുരങ്ങിൽ നിന്നാണ് ഇത് മനുഷ്യരിലോട്ട് സ്പ്രെഡായത്. ഇതുകൊണ്ടാണ് ഇതിനെ മങ്കി പോക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 1950കളിൽ കുറേ കുരങ്ങിനെയെല്ലാം വെച്ച് അവർ റിസർച്ച് ചെയ്യാറുണ്ടോ. പക്ഷേ 1958 ആയി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കുരങ്ങൾക്കെല്ലാം തന്നെ ഈ പോക്സ് പോലെ, ഈ ചിക്കൻ പോക്സ് പോലെ ഈ കുരങ്ങളുടെ മേത്തും ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ അലർജി പോലെ തന്നെ ഇത് മേത്ത് മൊത്തം ഇങ്ങനെ വലുതായി വരുന്നത് അവിടെയുള്ള സയൻറ്റിസ്റ്റ് കണ്ടുപിടിക്കുകയാണ്. അതിന് പിന്നിലുള്ള റിസർച്ചിലാണ് എംപോക്സ് എന്ന് പറയുന്ന ഈ ഒരു രോഗം ആദ്യമായിട്ട് ഫൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് 1958 പിന്നീട് മനുഷ്യർക്ക് ഇത് എപ്പോഴാണ് കണ്ടുപിടിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1970 കോങ്കോയിലാണ് ആദ്യമായിട്ട് ഇത് മനുഷ്യരിലോട്ട് സ്പ്രെഡ് ആവുന്നത്. കുരങ്ങിൽ നിന്ന് മനുഷ്യരിലോട്ട് സ്പ്രെഡ് ആവുന്നത് ആദ്യത്തെ വർഷം 1970 പിന്നെയാണ് ഇത് മെല്ലെ ഇതിൻ്റെ എവല്യൂഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ രീതിയിൽ എവല്യൂഷനാവും. ഈ വൈറസ് എല്ലാം മ്യൂട്ട് ആവുന്ന പോലെ തന്നെ ഇത് മെല്ലെ എവല്യൂഷനായി ഇന്ന് അത് വലിയൊരു ഡിസീസ് ആയി തന്നെ മാറിയിരിക്കുന്നു. അപ്പോൾ ഇത് മനുഷ്യരിലോട്ട് ബാധിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ചിക്കൻ ബോക്സ് വരുന്ന പോലെ അവിടെയും ഇവിടെയും എല്ലാം തന്നെ ചെറിയ കുരു പോലെ, ഒരു പിമ്പിൾ പോലെ ഇത് അവിടെ ഇവിടെയും മേല് ഫുള്ളായി തടിച്ചു വരികയും പിന്നീട് അതൊരു 10-15 ദിവസത്തോളം ആ ഒരു കുരു നീണ്ടു നിൽക്കുകയും ചിലർക്ക് ഇത് തന്നെ പോകും. പക്ഷേ ഈ ഒരു വട്ടം 2024 എന്ന് പറയുന്നത് ഇത് ക്ലോസ് 1 എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് അഫക്റ്റ് ആവുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുൻപുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു വെച്ചാൽ മുൻപുണ്ടായിരുന്ന ഈ ഒരു ഡിസീസ് അധികം ഡെത്ത് കേസസ് ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ 2024 ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡിഫറെൻറ്റ് ലെവലിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വർഷമാണ് ഇത് കൂടുതലായിട്ടും ഡെത്ത് കേസസ് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. ഇതിൻ്റെ പിന്നിൽ ഇതിന് വേറൊരു കാരണമുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഈ മങ്കി പോക്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ആദ്യമായിട്ട് ആഫ്രിക്കയിലാണ് കണ്ടുപിടിച്ചതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് അത് മെല്ലെ ഓസ്ട്രേലിയ, യൂറോപ്പ്, ഏഷ്യ തുടങ്ങിയ കോണ്ടിനെന്റിലോട്ടും അത് മെല്ലെ സ്പ്രെഡ് ആവുന്നു. അങ്ങനെ 2003 ആയി കഴിഞ്ഞപ്പോൾ അമേരിക്കയിലോട്ട്, ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പശുക്കളെല്ലാം തന്നെ ഇമ്പോർട്ട് ചെയ്തപ്പോൾ ആ പശുക്കളിൽ നിന്ന് അത് അവിടുന്ന് മ്യൂട്ടായി അവിടെയുള്ള ആൾക്കാർ, പശുക്കൾക്കും അതുപോലെ തന്നെ മറ്റ് ജീവികൾക്കും ഈ മങ്കി പോക്സ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നു അമേരിക്കയിൽ 2003. അതിനുശേഷം പിന്നീട് ഇത് വലിയൊരു ചർച്ചയായി മാറിയത് 2017 നൈജീരിയയിൽ ഇത് കൂടുതലായിട്ടും കണ്ടുവരാൻ തുടങ്ങി. പക്ഷേ നൈജീരിയ 2017 കണ്ടുവന്ന ഈ ഒരു മങ്കി പോക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ മരണസംഖ്യ മുൻപുണ്ടായിരുന്നേക്കാട്ടിലും കൂടുതലായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്ന ആ ഒരു വർഷങ്ങളിൽ നിന്ന് ആണ് പറയുന്നത്. അതിനുശേഷം 2022 ആയി കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും വഴിയുകയും അതുപോലെ തന്നെ ആ വട്ടം 2022 ഒരു റാപ്പിഡ് ഗ്രോത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. പണ്ടെല്ലാം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളും അവിടെ ഇവിടെയെല്ലാം തന്നെ
ഓരോ കേസസുകൾ മാത്രമോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2022 വന്ന ഈ ഒരു അതായത് മങ്കി പോക്സ് അല്ലെങ്കിൽ ഈ എംപോക്സ് എന്ന് പറയുന്ന ഈ ഒരു രോഗം 2022 ഏകദേശം 70 രാജ്യങ്ങളിലോട്ട് ആ ഒരു വർഷം സ്പ്രെഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ 70 രാജ്യങ്ങളിലും പല ആൾക്കാരും ഇതുകൊണ്ട് അഫക്റ്റ് ആയി. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെക്കുറിച്ച് ഫുള്ളായും സ്റ്റഡി ചെയ്യാനെല്ലാം തന്നെ സെപ്പറേറ്റ് കമ്മിറ്റീനെല്ലാം തന്നെ രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ 2022 ഈ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായ ഈ മങ്കി പോക്സ് എന്ന് പറയുന്ന ഇത് അമേരിക്ക, സിംഗപ്പൂർ, UK അതുപോലെ തന്നെ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിലോട്ടും ഇത് പടർന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെ ഈ മങ്കി പോക്സ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഈ ഒരു രോഗം പിന്നെയാണ് എംപോക്സ് എന്ന് മാറ്റിയത്. ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആഫ്രിക്കൻ രാജ്യങ്ങൾ അതായത് ഇത് വന്നുകൊണ്ട് തന്നെ അത് വെസ്റ്റേൺ ആൾക്കാരെല്ലാം തന്നെ ആഫ്രിക്ക ആൾക്കാരെ മങ്കി എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇതിനെ എംപോക്സ് എന്ന് അറിയപ്പെടുന്നത്. അതുമാത്രമല്ല ഈ മങ്കി പോക്സ് ആഫ്രിക്കൻ രാജ്യങ്ങളായതുകൊണ്ട് തന്നെയാണ് ഇന്നും അതിന് മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ആദ്യ വർഷം 1958 കണ്ടുപിടിച്ച ഈ ഒരു രോഗം 1970 ആയപ്പോൾ തന്നെ മനുഷ്യരിലോട്ട് സ്പ്രെഡായ ഈ ഒരു രോഗത്തിന് ഇന്നും മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ കാര്യം. ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ? അത് ഇപ്പോൾ കോവിഡ് വന്നു, വെറും 5-6 മാസം കൊണ്ട് നമ്മൾ ഒരു വാക്സിൻ കണ്ടുപിടിക്കുകയും എല്ലാവരെയും ഇഞ്ചെക്ട് ചെയ്യുകയും ചെയ്തു. ഏകദേശം 19 വർഷത്തോളം പിന്നിട്ട് ഈ ഒരു രോഗത്തിന് ഇന്ന് വരെ മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം മോശമാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് പണമുള്ള കൂടുതൽ രാജ്യങ്ങളായ അമേരിക്കയിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള രാജ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സയൻറ്റിസ്റ്റ് ഇതിൻസ് എല്ലാം കണ്ടുപിടിച്ചേനെ. പക്ഷേ ആഫ്രിക്കയിലായതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾ ജീവിച്ചാലെന്താ ചത്താലെന്താ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഇന്നും വെസ്റ്റേൺ രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ മെയിനായിട്ടും ഇത് കണ്ടുപിടിക്കാനുള്ള എഫേർട്ടൊന്നും തന്നെ ഇന്ന് വരെ ഇട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു വർഷങ്ങളായപ്പോൾ തന്നെ അതായത് ഈ ഒരു മങ്കി പോക്സ് മെല്ലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വെസ്റ്റേൺ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിലോട്ടും ഇത് സ്പ്രെഡ് ആവുകയും ഇപ്പോഴാണ് ഇത് സയൻറ്റിസ്റ്റ് എല്ലാം തന്നെ സീരിയസ് ആയി എടുക്കുകയും ഇതിനെക്കുറിച്ച് ഫുള്ളായും റിസർച്ച് ചെയ്യാനും തുടങ്ങിയത്. അപ്പോൾ പലർക്കും സംശയം തോന്നാം, അതായത് ഇത് വരുന്നതുകൊണ്ട് നമുക്കൊരു പ്രശ്നമുണ്ടോ, അത് ഇത്രമാത്രം പേടിക്കേണ്ട ഒരു രോഗമാണോ എന്ന്. അപ്പോൾ മങ്കി പോക്സ് എന്ന് പറഞ്ഞ ഇത് തീർച്ചയായിട്ടും ഒരു ഡേഞ്ചറായ സംഭവം തന്നെയാണ്. അതായത് ഈ 2024 തന്നെ ഇതുവരെ 500 പേരോളം ഇതിലൂടെ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. 500 എന്ന് പറയുമ്പോൾ പലർക്കും ഒരു ചെറിയ സംഖ്യയായി തോന്നുന്നുണ്ടെങ്കിലും അത് വലിയ രീതിയിൽ സ്പ്രെഡ് ആവാത്തതുകൊണ്ടാണ് സ്പ്രെഡായ പലരും മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്സ് ഇങ്ങനെയുള്ള കാര്യത്തിലെല്ലാം തന്നെ ഇൻവോൾവ് ആകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഈ മങ്കി പോക്സ് മറ്റൊരാൾക്ക് പിടിക്കാനും സാധ്യതകളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ഇത് പിടിച്ചു കഴിഞ്ഞാൽ അതായത് ഇതുവരെയും എങ്ങനെ ചിക്കൻ പോക്സ് എന്ന് പറയുന്ന ആ ഒരു ഫാമിലിയിൽ ഉള്ള ആ ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു മെഡിസിൻ മാത്രമോ ഇതുവരെയും ഉള്ളൂ. അത് തന്നെയാണ് ഇതിലോട്ടും ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് അഫക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും വലിയൊരു പ്രശ്നമായി കരുതപ്പെടുന്നു, അതായത് വാക്സിൻ ഇല്ലാത്തത്. അതുപോലെ തന്നെ ഇത് വരുന്നത് എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം പനി വരും, പിന്നെ അത് തലവേദന, അതുപോലെ തന്നെ മേത്ത് ഫുള്ളും റാഷസ് വരും. അതുപോലെ തന്നെ ചിക്കൻ പോക്സ് എങ്ങനെ വരുന്നോ അതേപോലെ തന്നെ മേത്ത് ഫുള്ളും ബബിളായിട്ട് ഇത് പൊന്തും. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ ഏകദേശം 15 to 25 ദിവസം വരെ ആ ബബിൾ നമ്മുടെ മേത്ത് തന്നെ റിമൈൻ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ആണുങ്ങളുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെയാണ് ഇത് ആദ്യമായിട്ട് വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ.